Hi friends, welcome to Hajas Classes. നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലിസ്റ്റുകളുടെ ഒരു വരവ് ഇന്നലെ മുതൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ LDCയുടെ ലിസ്റ്റ് ഇന്നലെ കാസർഗോഡ് ജില്ല വന്നു. അതുപോലെ ഇതാ നമ്മുടെ LGSന്റെ അതായത് LDCയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് കഴിഞ്ഞു, ലിസ്റ്റ് വന്നു തുടങ്ങി. ഇപ്പോൾ ഇതാ LGSന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജുകൾ വന്നു തുടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നമുക്കറിയാം 3-4 ജില്ലകളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു. ഇപ്പോൾ ഇതാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയുടെ LGSന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ആണ്. കോഴിക്കോട് ജില്ല ഇത് ആർക്കൊക്കെ, അതായത് എത്ര മാർക്കുള്ളവർക്കൊക്കെ ഇതിന്റെ ഒരു മെസ്സേജ് വന്ന് നമുക്ക് നോക്കാം. അതായത് ഏകദേശം ഒരു കട്ട് ഓഫ് മാർക്കാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. കട്ട് ഓഫ് മാർക്ക് അറിയാം, അതേപോലെ തന്നെ നിലവിലെ നിയമന നിലയും പഴയ കട്ട് ഓഫ് മാർക്കും ഒക്കെ അറിയാം. മെയിൻ ലിസ്റ്റിൽ എത്ര പേരെ ഉൾപ്പെടുത്തി എന്നൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് സംസാരിക്കാം. ഓക്കേടാ, അപ്പോൾ ഇതാണ് കോഴിക്കോട് ജില്ലയുടെ LGSന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ജില്ലയിൽ പരീക്ഷ എഴുതിയ ആളുകളാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി ഒന്ന് പരിശോധിച്ച് നോക്കുക നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. കാരണം ടെക്സ്റ്റ് മെസ്സേജുകൾ ഇപ്പോൾ അങ്ങനെ അപൂർവമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ടൊന്ന് പരിശോധിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റ്, നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്ന് നോക്കാം. 18/7/2022 നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. അന്നത്തെ കാറ്റഗറി നമ്പർ 548/2019 ആണ്. 548/2019 എന്ന കാറ്റഗറിയിൽ 18/7/2022 അന്നത്തെ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത്. അന്ന് മെയിൻ ലിസ്റ്റിൽ 799 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ 799 പേരെ ഉൾപ്പെടുത്തി. സപ്ലിമെന്ററി ലിസ്റ്റിൽ 783 പേരെയും ഉൾപ്പെടുത്തി. ആകെ 1582 പേരുടെ ഒരു ലിസ്റ്റാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ LGSന് എന്താണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏകദേശം അറിവായിട്ടുള്ള ഒരു മെസ്സേജ് വന്നതിന് അറിവായിട്ടുള്ള ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 74 74 വരെയാണ് ഓപ്പൺ കാറ്റഗറിയിൽ മെസ്സേജ് വന്നതെന്നാണ് നമുക്ക് ഏകദേശം അറിവായിട്ടുള്ളത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വേണ്ടി സാധിക്കും. 72 മുതൽ 76 വരെ ഈ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചേഞ്ച് ആവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നോക്കുക, അതായത് 74 തന്നെ കറക്റ്റായി വരണമെന്നില്ല. പക്ഷേ നമുക്ക് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു രീതി വെച്ചാണ് നമ്മൾ 74 എന്ന് പറയുന്നത്. അതായത് പല ആളുകളും വന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ രീതിയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് 74 വന്ന ആളുകൾക്കാണ് ഓപ്പൺ കാറ്റഗറിയിൽ ഏറ്റവും അവസാനം മെസ്സേജ് വന്നിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് 74 ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. പക്ഷേ 74 ആ റേഞ്ച് 72-76 ഒരു മാർക്കായിരിക്കും കട്ട് ഓഫ് എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൽ കഴിഞ്ഞ നിയമന നില എന്ന് പറയുന്നത് നിലവിൽ ഇരിക്കുന്ന ലിസ്റ്റിന്റെ നിലവിലെ നിയമന നില 546 അതായത് ഇതുവരെ 546 പേർക്കാണ് ഇവിടെ നിയമന ശുപാർശ പോയിരിക്കുന്നത്. ഏറ്റവും അവസാനം 25/1/2025 അഡ്വൈസ് പോയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന്റെ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നത് 17/7/2025 അതായത് 18/7/2022 വന്ന ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 17/7/2025 എന്താണ് കഴിയും. അപ്പൊ അതിനു മുന്നേ ആയിട്ട് നമ്മുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വരണം. അതായത് അടുത്ത 17-ാം തീയതി അല്ലെങ്കിൽ 18-ാം തീയതി ആകുമ്പോൾ നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. LGSന്റെ പുതിയ റാങ്ക് ലിസ്റ്റ് കോഴിക്കോട് ജില്ലയ്ക്ക് നിലവിൽ വരും. ഇതുവരെ 546 അഡ്വൈസ് പോയി. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ മെയിൽ വിഭാഗത്തിൽ 461 ഫീമെയിൽ വിഭാഗത്തിൽ 449 ഓപ്പൺ വിഭാഗത്തിൽ റാങ്ക് പോയിരിക്കുന്നത്. ഈഴവ ഓപ്പൺ ടേണിൽ ഫീമെയിലിൽ 452, SC സപ്ലിയിൽ മെയിൽ 7, സപ്ലി ഫീമെയിൽ 5, ST സപ്ലി മെയിൽ 13, ഫീമെയിൽ സപ്ലിയിൽ 11 അന്ത റാങ്കുകാരൻ. അതുപോലെ മുസ്ലിം മെയിൽ 647 റാങ്ക്, അതുപോലെ ഫീമെയിൽ 643 റാങ്കുകാരൻ എന്നിങ്ങനെ പോയിട്ടുണ്ട്. LCI മെയിൽ സപ്ലി 12, ഫീമെയിൽ സപ്ലി 10, OBC മെയിൽ 454, ഫീമെയിൽ 516. അതുപോലെ വിശ്വകർമ്മ OC ആണ്, വിത്തിൻ OC ആണ് പോയിരിക്കുന്നത്. മെയിലിൽ ഫീമെയിലും ഓപ്പൺ ടേൺ തന്നെയാണ് പോയിരിക്കുന്നത്. SIUC നട സപ്ലിയിൽ 7 മെയിൽ, സപ്ലിയിൽ 8 ഫീമെയിൽ. അതുപോലെ SSCCC സപ്ലി മെയിൽ 10 മാത്രമാണ്, ഫീമെയിൽ പോയിട്ടില്ല. അതുപോലെ മെയിൽ ധീവര 481, ഫീമെയിൽ ആണെങ്കിൽ സപ്ലിയിൽ 1 റാങ്കുകാരൻ. അതുപോലെ ഹിന്ദു നാടർ മെയിൽ 496, ഫീമെയിൽ സപ്ലിയിൽ 1 ആൾ.
LV8, HI5, LDCP 9 എന്നിങ്ങനെ ആകെ 546 പേർക്കാണ് ഇതുവരെ നിയമന ശുപാർശ കോഴിക്കോട് ജില്ലയിൽ പോയിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കട്ട് ഓഫ് എന്ന് പറയുന്നത് 72 മാർക്കായിരുന്നു. കഴിഞ്ഞ കട്ട് ഓഫ് 72 മാർക്കായിരുന്നു. 72 മാർക്ക്. ഇത്തവണ അത് 72നും 76നും ഇടയിലാണ്. 74 ആ ഒരു റേഞ്ചിൽ തന്നെ അത് വരാനാണ് നമ്മൾ സാധ്യത കാണുന്നത്. അതായത് 2 മാർക്കോളം ഇതിൽ കൂടുതൽ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ കട്ട് ഓഫിനേക്കാൾ 2 മാർക്ക് കൂടുതലായിരിക്കും ഈ ഒരു കട്ട് ഓഫ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ആളുകളെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരുപാട് ഉൾപ്പെടുത്തി. ഇപ്പോൾ 1500ഓളം ആളുകളിൽ നിന്ന് അത്രയൊന്നും ആളുകൾ ഇനി ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആളുകളെ PSC കുറയ്ക്കുകയാണ്. അതോടെ നമുക്ക് ഒരു 1100നും 1300നും ഇടയിൽ ആളുകളെ ഉൾപ്പെടുത്താനാണ് അടുത്ത റാങ്ക് ലിസ്റ്റിൽ സാധ്യത. അതിൽ കുറഞ്ഞാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. 1100, 1300 ഈ റേഞ്ചിലേക്കായിരിക്കും അടുത്ത LGSലെ ആളുകളെ ഉൾപ്പെടുത്തുക. ചിലപ്പോൾ 1100ൽ കുറയാനും സാധ്യതയുണ്ട്. കാരണം നമ്മുടെ LDC കാസർഗോഡ് വന്നപ്പോൾ നല്ല രീതി മെയിൻ ലിസ്റ്റിൽ പോലും 200ഓളം പേരുടെ കുറവ് അവിടെ കാണാനുണ്ട്. അതായത് കഴിഞ്ഞ തവണ 500 സംതിങ് വന്നെടുക്കുക, ഇത്തവണ 344 പേര് മാത്രമേ മെയിൻ ലിസ്റ്റിൽ ആ ഒരു ജില്ലയിലുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നല്ല രീതിയിലുള്ള കുറവുകൾ റാങ്ക് ലിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പം ഈ റാങ്ക് ലിസ്റ്റിൽ വരുന്ന ഭൂരിഭാഗം ഒരു 75%നും എന്താണ് ഈ ഒരു ജോലി കിട്ടുന്ന രീതിയിലേക്ക് ആളുകളെ കുറച്ചാൽ അത് ഉപകാരപ്പെടും. കാരണം അത്രയും ആളുകൾക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായി ഈ ഒരു മെസ്സേജ് വന്ന ആളുകളാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് വരും. ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ഉണ്ട്. ഇതിനൊക്കെ തയ്യാറെടുത്തിരിക്കുക. ഓക്കേടാ. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ എത്രയൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് അപ്പോൾ ഏകദേശം ഒരു മാർക്കിൻ്റെ കൃത്യമായ ധാരണയുണ്ടാവും. ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹാജാസ് ക്ലാസ്സസ് എന്നാണ് പേര്. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിൽ പരീക്ഷ എഴുതുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ വീഡിയോയും ഈ ചാനലും ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഏറ്റവും പുതിയ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട PSC അപ്ഡേഷനുകൾ അതുപോലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, ഹാജാസ് ക്ലാസ്സസ് എന്നാണ്. ടെലഗ്രാമിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ ഈ ഒരു ചാനൽ കിട്ടും. അവിടെയും നമ്മൾ ഏറ്റവും പുതിയ കാര്യങ്ങളുമായി ഏറ്റവും പുതിയ അപ്ഡേഷനുകളുമായി ഹാജാസ് ക്ലാസ്സസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഏറ്റവും പുതിയ എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്